അനൂപേട്ടനാ എന്റെ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത്. എന്ത് വന്നാലും നേരിടാൻ ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞു. അതിപ്പോ നേടിയാലും നഷ്ടപ്പെടുത്തിയാലും അങ്ങനെ തന്നെ. അനൂപേ, ആതിര പറഞ്ഞിട്ട് പോയത് നീ കേട്ടല്ലോ. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? മുമ്പത്തെ പോലെ വീണ്ടും നെല്ലിശ്ശേരിയിൽ എല്ലാവരും കൂടി പോയിട്ട് നാണം കെട്ട് വരുമെന്ന് അനൂപേട്ടന് സംശയമുണ്ട്. ആതിരയെ വീണ്ടും വിഷമിപ്പിക്കേണ്ടി വരുമെന്ന് അനൂപേട്ടൻ പറയുന്നു. അനൂപേട്ടന് ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. കാരണം ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് സത്യം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ പറയുമ്പോൾ അവിടേക്ക് വരണം. മുടങ്ങാൻ പോകുന്ന ഈ വിവാഹത്തിൽ പങ്കെടുക്കുക വേണം. എനിക്കറിയാം അച്ഛൻ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന്. അതെന്റെ മാത്രം ജോലിയാ. എന്റെ അനിയത്തിക്ക് വേണ്ടി ഈ ചേച്ചി ഏറ്റെടുത്ത് നടപ്പാക്കാൻ പോകുന്ന ജോലി. അനുപേട്ടനടക്കം ഇവിടെയുള്ളവർക്ക് അർച്ചനെ വിശ്വാസമാണെങ്കിൽ നിങ്ങൾ വരണം. ഞാൻ കാരണം ഒരു തവണ നിങ്ങളുടെ തല താഴ്ന്നു. ഇനി അതുണ്ടാവില്ല, ഉറപ്പ്. മോളെ, നീ ഒറ്റയ്ക്ക് ഈ കാര്യത്തിന് ഒറ്റയ്ക്ക് തന്നെയമ്മേ നല്ലത്. എന്തെങ്കിലും വിപരീതമായിട്ട് സംഭവിച്ചാലും ഞാൻ മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ. ഈ വിവാഹം മുടക്കാനേ എനിക്കിപ്പോൾ സാധിക്കൂ. ആതിരയുടെ കാര്യം നടത്താൻ കുറച്ചും കൂടി സാവകാശം വേണം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. എല്ലാവരും ഞാൻ വിളിക്കുമ്പോൾ അങ്ങ് വരണം. എന്നെ വിശ്വാസമുള്ള എല്ലാവരും. വാസിച്ചേട്ടാ, പോ. താൻ എന്തുറപ്പിന്മേല ഇങ്ങനെ തറപ്പിച്ചൊരു വാക്കുകൊടുത്തേ? ഈ വിവാഹം നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ എല്ലാം ശരിയാക്കാന്നേ. ഇതെങ്ങനെയുണ്ട്? സന്ദീപിന് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെയാ. നോക്കട്ടെ, ഇത് കൊള്ളാണെങ്കിൽ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. സന്ദീപേട്ട, എന്തായി കാണിക്കുന്നേ? ഞാൻ എന്ത് ചെയ്യണം? അവളുടെ താളത്തിനൊന്ന് തുള്ളണം. ഈ വിവാഹം നടക്കാൻ പോകുന്നില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. ഇവളോടും അവന്തികേട്ടത്തിയോടും അർച്ചനെടുത്ത് പറഞ്ഞിട്ടും പിന്മാറാത്തതല്ലേ? അപ്പൊ അവർ അനുഭവിക്കട്ടെന്ന് വെക്കണം. ഇവള് മനഃപൂർവ്വം എന്നെ ഇറിറ്റേറ്റ് ചെയ്യുവാ. എന്തിന്? ഞാൻ എന്തിനാ സന്ദീപിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? ഇപ്പോഴും ആതിര എന്ന പാഴ്മോഹം മനസ്സിൽ നിന്ന് കളഞ്ഞില്ല അല്ലേ? ഇങ്ങൊന്നേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. തൽക്കാലത്തേക്ക് ഞാനിത് ക്ഷമിക്കും. അധികം വൈകാതെ ഞാൻ നിന്റെ ഭാര്യയാകും. എന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു നാണം കെട്ട ഒരുത്തനാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്റെ താലിയും പ്രതീക്ഷയാണ് നീ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ നീ വെറുതെ സമയം കളയണ്ട. ഒന്ന് നീ മറക്കണ്ട, മുഹൂർത്ത സമയത്ത് കല്യാണം മുടങ്ങിയ ഒരു കല്യാണ പെണ്ണിന്റെ അവസ്ഥയായിരിക്കും നിനക്ക്. ഞാനിത് ഇത്ര കോൺഫിഡൻസോടെ പറയണമെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ.
ഈ വിവാഹം നടക്കില്ല. അതെന്റെ അർച്ചനടുത്ത് എനിക്കെന്ന വാക്കാണ്. ആ വാക്കിന് വിപരീതമാണ് ഒരുപക്ഷെ നടക്കുന്നെങ്കിൽ വിവാഹ വസ്ത്രത്തിൽ തന്നെ നീ വിധവയാകും. അർച്ചനടുത്തിലെ വാക്കും എന്റെ തീരുമാനവും രണ്ടിലേത് നടന്നാലും നിനക്കത് തോരാ കണ്ണീരാവും. അത് ഞാനങ്ങ് സഹിച്ചു. നീ നിന്റെ ഏട്ടത്തെ വിശ്വസിക്കുന്ന പോലെ തന്നെ ഞാൻ എന്റെ ചേച്ചിയും വിശ്വസിക്കുന്നുണ്ട്. അവന്തികയുടെ തീരുമാനത്തിന് മുകളിലല്ല അർച്ചനയുടെ വാക്ക്. പിന്നെ വിവാഹ ദിവസം തന്നെ ഞാൻ വിധവയാകുന്ന കാര്യം എന്റെ താലിഭാഗ്യം അത്രേ ഉള്ളൂവെങ്കിൽ അതെന്റെ തലയിൽ എഴുത്തായി കണ്ട് ഞാൻ അങ്ങ് ആശ്വസിച്ചോളാം. അനഘേ നിർത്ത്. നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഡ്രസ് എടുക്കാനല്ലേ? എന്നാ പിന്നെ അത് ചെയ്യാം. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? ഞാനാണോ പറഞ്ഞത്? എന്നെ കൊണ്ട് ഓരോന്ന് പറയിക്കുന്നതല്ലേ. നമ്മുടെ വിവാഹം നടക്കുമെന്ന് സന്ദീപിനും അറിയാം, എനിക്കും അറിയാം. പിന്നെ നടക്കില്ല എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വെറുതെ ഒരു ടെൻഷൻ ബിൽഡപ്പ് മാത്രം. അതുകൊണ്ട് നമ്മുടെ വിവാഹത്തിന് ആവശ്യമുള്ളത് എന്താന്ന് വെച്ച് അങ്ങ് വാങ്ങിച്ചേക്ക്. ആ സ്നേഹ, നിന്റെ ചേട്ടന് നല്ലൊരു ഡ്രസ്സ് നീ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്ക്. വാങ്ങുമ്പോ വലിയ കസവുള്ളൊരു മുണ്ട് തന്നെ ആയിക്കോട്ടെ. ഇനി സന്ദീപ് നേരത്തെ പറഞ്ഞ പോലെ താലി കെട്ടി ഉടനെ വിധവയാകാനാണ് എന്റെ യോഗമെങ്കിൽ എന്റെ അഭിവന്യ ഭർത്താവ് ചത്ത് കിടക്കുമ്പോ ചമഞ്ഞു തന്നെ കിടക്കട്ടെ. അതാ എനിക്കിഷ്ടം. ഹലോ ഹലോ ആതിരെ, ഹലോ ആതിരെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. താൻ അമ്പലത്തിലേക്ക് വരണം, അത് പറയാനാ ഞാൻ വിളിച്ചത്. സന്ദീപ് എന്നെ വിവാഹത്തിന് ക്ഷണിക്കാൻ വിളിച്ചതാണോ? ആതിരെ പ്ലീസ്, വിവാഹം നടക്കില്ല. ശരി, ഞാൻ വിശ്വസിക്കാം. നടക്കാത്തൊരു വിവാഹത്തിന് വേണ്ടി എന്തിനാ പിന്നെ ഇത്രയൊരു പ്രഹസനം? ആരെ കാണിക്കാനാ? ആതിര പറയുന്ന എനിക്ക് മനസ്സിലായി. ഞാൻ കാരണം എന്റെ അച്ഛനൊന്നും വരരുത്. അങ്ങനെ സംഭവിച്ചാൽ എനിക്കും തനിക്കും പിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. എനിക്കും തനിക്കും സമാധാനത്തോടെ ഒരു ജീവിതം, അതൊക്കെ എന്നെ എന്റെ മനസ്സിൽ നിന്ന് പോയതാ. ആതിര, ഞാൻ വരാം. ഈ വിവാഹം നടന്നാലും ഇല്ലെങ്കിലും എനിക്കിപ്പോ ഒരുപോലെ തന്നെയാ. എന്റെ ചേച്ചി പറഞ്ഞ വാക്കിന്മേലാണ് സന്ദീപ് ധൈര്യമായിട്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ വരും, ഉറപ്പായിട്ടും. അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കും കാണണം. ആതിരെ, ഹലോ. ചിലപ്പോ ഈ വിവാഹം നടക്കണമെന്നതാവും ഈശ്വര നിശ്ചയം. അതല്ലേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നമുക്കൊന്നും ചെയ്യാനാവാത്തത്. ഏട്ടൻ ഇങ്ങനെയൊക്കെ ആലോചിച്ചു കൂട്ടി ഉള്ള സമാധാനം കൂടെ കളയല്ലേ. ഏട്ടന്റെ ആഗ്രഹമായിരിക്കും ഈശ്വര നിശ്ചയവും. എല്ലാം നല്ലതുപോലെ അവസാനിക്കുകയും ചെയ്യും. ഏട്ടത്തെ എന്തോ ഒന്നും മിണ്ടാത്തത്? നമ്മുടെ മുമ്പിൽ 2 പ്രശ്നങ്ങളാണ് ഉള്ളത്. ആദ്യത്തേത് ഈ വിവാഹം മുടക്കാന്നുള്ളതാ. രണ്ടാമത്തേത് സന്ദീപിനെ മാതിരിയും കൊണ്ട് വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത്. രണ്ടും ഒരുമിച്ച് നടക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് ആദ്യത്തേത് മാത്രം പരിഹരിക്കാൻ നോക്കാം. രണ്ടാമത്തെ പ്രശ്നത്തിനുള്ള മറുപടി എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. ഒന്നാമത്തേതിനുള്ളത് വ്യക്തമായ ഉത്തരവുണ്ട്. സന്ദീപ് അനുഘയുള്ള വിവാഹം നടക്കില്ല.
നിങ്ങൾ എന്നെ സംശയിച്ചു നോക്കൊന്നും വേണ്ട. സന്ദീപും അനിക്കയും തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. ഏട്ടത്തി, വ്യക്തമായ ധാരണയില്ലാതെ നമ്മൾ എടുത്തു ചാടിയ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അവസാനം നിന്നില്ല എന്ന് വരും. എന്താണ് ഏട്ടത്തെ മനസ്സിൽ ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങളോടും കൂടെ പറയും, ഞങ്ങളുടെ ഒരു സമാധാനത്തിന്. അതെന്താ, നിങ്ങൾക്ക് ഈ ഏട്ടത്തെ വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല ഏട്ടത്തി. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ വിശ്വാസം വരാൻ കുറച്ച് പാടാവും. ശബ്ദമൊന്ന് ഉയർത്തി ഒന്നിനോടും പ്രതികരിക്കാതെ നിസ്സഹായിയായി നിശബ്ദയായി കഴിയുന്ന അർച്ചനയെ നിങ്ങൾക്കറിയും. എന്റെ കുടുംബക്കാർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ദയാനന്ദ മാഷിന്റെ മകൾ അർച്ചനയെ നിങ്ങൾക്കറിയില്ല. എന്റെ അനിയത്തിയുടെ സന്തോഷത്തിന് വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോവും. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയാ, ഈ വിവാഹം നടക്കില്ല. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും അവിടേക്ക് കയറിപ്പോകാൻ ഒരു പേടിയുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കൊടുവിൽ കാരണമായിട്ട് അവർ പറയുന്നത് ആതിരയായിരിക്കും. വിവാഹം മുടങ്ങാൻ കാരണം അർച്ചനയാകുമ്പോൾ അവൾക്കും പ്രശ്നമുണ്ടാവും. എന്ത് സംഭവിച്ചാലും നമ്മുടെ മക്കളാവും പ്രതിസ്ഥാനത്ത്. എല്ലാ അച്ചുമോൾ ഏറ്റിട്ട് പോയതല്ലേ കമലെ? അവൾ അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടാവില്ലേ? അച്ചുമോൾ എന്തോ മുന്നിൽ കണ്ടിട്ടുണ്ട്, അല്ലാതെ അവൾ ഒരു ഉറപ്പ് പറയില്ല. ഇനി നമ്മളൊക്കെ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി അർച്ചന വെറുതെ പറഞ്ഞതാണോന്നാ എന്റെ സംശയം. ദേ, എല്ലാവരോടുമായി ഞാൻ ഒരു കാര്യം പറയാം. ആ സന്ദീപിനെ മനസ്സിലിട്ടുണ്ട് ഒരു പെണ്ണ് ഇവിടെ നോമ്പ് നോറ്റിരിപ്പുണ്ട്. ഈ പ്രേമോന്ന് പറയുന്നതേ വല്ലാത്തൊരു പിണച്ചില. അത് വീട്ടുകാരഴിക്കാൻ നോക്കും തോറും പ്രേമിക്കുന്നവര് കുരുക്കിട്ട് മുറുക്കുന്ന ഒരു പിണച്ചില്. നമ്മളിവിടെ നിസ്സാരമായി സംസാരിക്കുന്നു. സന്ദീപിന്റെയും ആതിരയുടെയും പ്രേമത്തിന് അവരുടെ ജീവന്റെ വിലയുണ്ടാവും. അവരുദ്ദേശിക്കുന്ന പോലെയൊക്കെ നടന്നില്ലെങ്കിൽ ആത്മഹത്യ വരെ ചെയ്തെന്നു വരും. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കണം. ഇല്ലെങ്കിൽ ആതിരെ പറഞ്ഞ് മനസ്സിലാക്കാം. അതിന് ആതിരെയെല്ലാം കണ്ടറിയണമെന്നുള്ളതാ. അവളുടെ കൺമുനി കാണട്ടെ, സന്ദീപിന്റെ മനസ്സ് മാറോ ഇല്ലയോ എന്ന് കണ്ടറിഞ്ഞ് ബോധ്യപ്പെടട്ടെ. എല്ലാം കണ്ട് ബോധ്യമായാലുള്ള ഗുണം എന്താന്ന് വെച്ചാ നമ്മള് വീട്ടുകാർക്ക് പണി കുറയും. അവള് തന്നെ മനസ്സ് കല്ലാക്കി നല്ലൊരു തീരുമാനം എടുത്തോളും. ഇനി അഥവാ സന്ദീപ് അവസാന നിമിഷം എന്ത് വന്നാലും സാരയില്ലാന്ന് കരുതി ആതിരെ തന്നെ വേണമെന്ന് പറഞ്ഞാലോ? പ്രശ്നമൊക്കെ ഒതുക്കി അർച്ചനയോടൊപ്പം സുഖമായിട്ട് അവക്കും നെല്ലിശ്ശേരിയിൽ ജീവിക്കുകയും ചെയ്യാം. നീ പറയുന്നതൊക്കെ ശരി തന്നെ. എല്ലാവരും എല്ലാം അറിയുമ്പോൾ അത് ഏത് രീതി പോയി അവസാനിക്കുമെന്ന് നമുക്കൊരു പിടിയുമില്ലല്ലോ. അതുമാത്രമല്ല മോളെ, സന്ദീപും അനഘയും തമ്മിലുള്ള വിവാഹം മുടങ്ങിയാലും അവരാതിരയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അവിടെ തീർന്നില്ലേ എല്ലാം. അതൊക്കെ ഓർത്തുകൊണ്ടാ ഞാൻ പറയുന്നത്. നമുക്കങ്ങോട്ട് പോവണ്ട. മീര പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ്. അവിടെ എന്ത് നടന്നാലും നമ്മളവിടെ വേണം. ആ വീട്ടിലേക്ക് നമുക്ക് പോകണ്ട. താലി കിട്ടിയ സമയത്ത് നമ്മളവിടെ ഉണ്ടാവണം. അതിലെല്ലാം ഉപരി എൻ്റെ അച്ഛനെ എനിക്ക് വിശ്വാസമാണ്. അവൾ നടക്കില്ല എന്ന് നമുക്ക് വാക്ക് തന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നമുക്ക് വിശ്വസിക്കാം. ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ അനിയത്തിയെ. എല്ലാത്തിനും അവിടെ ഒരു പരിഹാരം കാണും. എൻ്റെ ആ വിശ്വാസത്തെ കണക്കിലെടുത്ത് ഈ വീട്ടിലുള്ള എല്ലാവരും എന്നോടൊപ്പം വിവാഹത്തിന് വരണം. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട്.
എന്താ ആലോചിച്ച് നിൽക്കുന്നേ? വരണം വരണം. ഞാൻ ഇവിടെ വന്നിരുന്നത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആരും കേൾക്കാതിരിക്കാനാ. കേൾക്കുന്നവർക്ക് ഇമ്പമുള്ള കാര്യങ്ങളല്ലല്ലോ നമ്മൾ കുറച്ചു നാളായിട്ട് സംസാരിക്കുന്നത്. നീ ഇപ്പൊ താഴെ ആ നരുന്ത് ചെക്കനും പെണ്ണിനും വലിയ ആത്മവിശ്വാസം കൊടുക്കുന്നൊക്കെ ഞാൻ കേട്ടു. എൻ്റെ അനിയത്തിയുടെ സന്തോഷത്തിന് വേണ്ടി ഏതറ്റം വരെ ഞാൻ പോവും. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുക, ഈ വിവാഹം നടക്കില്ല. നീ ഇങ്ങനെ കുട്ടിപ്പട്ടാളത്തിന്റെ നേതാവായി ഓരോന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്തിട്ട് അവസാനം ഒന്നും നടക്കാതെ വരുമ്പോ ആ പിള്ളേര് വല്ലാതെ വേദനിക്കും. ഇത്രയും വലിയ വിവാഹമൊക്കെ നീ നിസ്സാരമായിട്ട് മുടക്കെന്ന് പറഞ്ഞാ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ അർച്ചന? ഒന്നുകിൽ കായബലം കൊണ്ട്, അല്ലെങ്കിൽ ആയുധബലം. ഇത് രണ്ടും നിനക്കില്ല. എന്നിട്ട് അവസാന മണിക്കൂറുകളിലുള്ള നിന്റെ ആത്മവിശ്വാസം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നൊരു ഭംഗിവാക്ക് പറഞ്ഞാലും ഈ ഒരു വിഷയത്തിൽ നിനക്ക് രക്ഷയില്ല അർച്ചന. അത് വേറൊന്നുകൊണ്ടല്ല, മറുവശത്ത് ഈ അവന്തിക ആയതുകൊണ്ട് തന്നെ. ഞാനൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നല്ലോണം ആലോചിച്ചിട്ടേ ഇറങ്ങുള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ആലോചിക്കുകയില്ല. നമ്മൾ നേരായ വഴിയിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ ബലങ്ങളെല്ലാം ആ വഴിയിൽ നിന്ന് തന്നെ കിട്ടും. ഓരോരുത്തരുടെ മുമ്പിൽ ഓരോ മുഖങ്ങളില്ല അർച്ചനയ്ക്ക്. എടുത്തിയ പോലെ നാട്യശാസ്ത്രവും വശമില്ല. ഒരു മുഖവും ഒരു തീരുമാനവും, അത്രേ ഉള്ളൂ. അതെ, പല മുഖങ്ങളുണ്ട് എനിക്ക്. അലാരിപ്പിൽ തുടങ്ങി തില്ലാനയിൽ അവസാനിക്കുന്ന നാട്യവും, ശൃംഗാരത്തിൽ തുടങ്ങി ശാന്തം വരെയുള്ള നവരസങ്ങളും കാണാൻ പാഠമാണ് എനിക്ക്. ഒരേ സമയം പല ഭാവങ്ങൾ മിന്നി മറയും ഈ മുഖത്ത്. എന്റെ അഭിനയത്തിന് മാർക്കിടാൻ നീ ആയിട്ടില്ല അർച്ചന. എന്റെ കാര്യസാധ്യത്തിന് ഏതറ്റം വരെ ഞാൻ പോവും. നിന്നെക്കൊണ്ട് ഒരിക്കലും അതിന് കഴിയില്ല. അനിയത്തിയുടെ കണ്ണീര് കണ്ട് വിവാഹം മുടക്കാൻ ചാടി പുറപ്പെട്ടപ്പോ നീ ഒരു കാര്യം മറന്നുപോയി. കളിക്കാൻ ഇറങ്ങുന്നത് ഈ അവന്തികയോടാണെന്ന്. നീ ഇപ്പൊ നിൽക്കുന്നത് റോങ് സൈഡിലാ. അതൊരിക്കലും നിനക്ക് ഗുണം ചെയ്യില്ല. നിവർത്തിയില്ലാതെ വന്നാ കൊന്നു കളയും ഞാൻ. ഭീഷണിയാണോ? അതെ, നീ അങ്ങനെ തന്നെ കൂട്ടിക്കോ. എങ്കിലേ ഈ ഭീഷണിയിൽ എനിക്ക് അല്പം പോലും ഭയം തോന്നില്ല എന്നുള്ളതാ വാസ്തവം. ഞാൻ കരുതിയ ആളെയല്ല നിങ്ങളെന്ന് പെട്ടെന്നൊരു തിരിച്ചറിവുണ്ടായപ്പോൾ ഞാനൊന്ന് പകച്ചുപോയെന്നുള്ളത് നേരാ. ആ തിരിച്ചറിവ്
ഞാൻ ഉൾക്കൊണ്ടതിന് ശേഷം ഒരിക്കൽ പോലും ഞാൻ നിങ്ങളെ ഭയന്നിട്ടില്ല. എൻ്റെ ഏട്ടത്തി തന്നെയാണ് എൻ്റെ ശത്രു എന്ന് ഞാൻ അറിയുന്ന നിമിഷങ്ങളൊക്കെ ഞാനൊന്ന് ഞെട്ടിയിരുന്നു. ആ ഞെട്ടല ഭയമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചത്. അല്ലെങ്കിലും ഞാൻ ഭയപ്പെടാൻ മാത്രം ഒന്നുമല്ല നിങ്ങൾ. ഒരു ഡിവോഴ്സ് പേപ്പർ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതാണോ ഒരു വലിയ കാര്യമായിട്ട് നിങ്ങൾ കാണുന്നത്? അതോ അത് അച്ഛനെ കാണിക്കുമെന്ന് പറയുന്നതോ? ഞാനും സച്ചേട്ടനും ബന്ധം വേർപിരിയുന്ന കാര്യം അച്ഛനെ അറിയിക്കുമെന്നല്ലേ പറഞ്ഞത്? പോയി പറയും. അല്ലെങ്കിൽ സന്ദീപും ആതിരയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം അച്ഛനോട് പോയി പറയും. ഈ 2 കാര്യങ്ങളും എങ്ങനെ അദ്ദേഹത്തോട് പറയുമെന്ന് കരുതി ടെൻഷൻ അടിച്ചിരിക്കുക ഞാൻ. ഏട്ടത്തിയായിട്ട് അത് അച്ഛനെ അറിയിച്ച വലിയ സന്തോഷം.